ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നെയ്പത്തിരി നമ്മൾ 2-3 രീതിയിൽ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിലവാര ഇൻസ്റ്റൻറ്റ് നെയ്പത്തിരിയാണ്. നല്ല ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡിയുടെ നെയ്പത്തിരി പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ 2 പാക്കറ്റാണ് ഉണ്ടാവുക. ഒന്ന് അരിപ്പൊടി ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒനിയൻ പൗഡറും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 കപ്പ് അളവിൽ പൊടിയാണ് ഉണ്ടാവുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചെറിയ പാക്കറ്റിലുള്ള പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലേവറിനായിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടില്ല. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടിക്ക് ഒരു 2 കപ്പ്, ഒരു 1.25 to 2 കപ്പ് വെള്ളം തന്നെയായിരിക്കും വേണ്ടി വരിക. കുറച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താലും മതി. ആദ്യം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ലൂസായിട്ടായിരിക്കും. പക്ഷേ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതങ്ങ് സെറ്റായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിനായി വന്നോളൂ കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് വേണമെങ്കിൽ മാത്രം 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ അരിപ്പൊടി പത്തിരിപ്പൊടി കൊണ്ട് കുഴച്ചെടുക്കുന്ന അത്ര ടൈറ്റ് ആവുകയും വേണ്ട കേട്ടോ. മാവുത ഈ ഒരു രീതിയിൽ തന്നെ മതിയാകും. ഇനിയിപ്പോൾ ഇത് ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. പത്തിരി പ്രസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കട്ടി കൂടണ്ട. കട്ടി കൂടി കഴിഞ്ഞാൽ ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വളരെ കനം കുറയും വേണ്ട, പൂരിയുടെ അത്ര ഒന്നും കനം കുറയും വേണ്ട കേട്ടോ. ചെറിയൊരു കട്ടിയിൽ ഇങ്ങനെ അങ്ങ് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതാ വേഗം തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അങ്ങ് പൊങ്ങി വന്നോളൂ. നമ്മൾ പൂരിയൊക്കെ പൊന്തുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടില്ല. പക്ഷേ അരി ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി സമയം എടുക്കും. എന്തായാലും കറക്റ്റ് ഇതുപോലെ വന്നോളൂ. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ട് കറക്റ്റ് ഫ്രൈ ആവുന്ന സമയത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു 2 കപ്പ് പൊടിയുടെ അളവിൽ ഒരു 15-16 നെയ്പത്തിരിയൊക്കെ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണേ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടോട് കൂടി തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബീഫ് റോസ്റ്റും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്